ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് ബാംഗ്ലൂരിലേക്ക്. ഞങ്ങൾ 3 പേരും CPS എക്സാം ഈ മാർച്ചിൽ പാസ്സായി. എനിക്ക് 87%. എനിക്ക് 88%. എനിക്ക് 87%. ഹായ്, എൻ്റെ പേര് ഉമൈബ. ഞാൻ BCom ഗ്രാജുവേറ്റ് ആണ്. 2024 സെപ്റ്റംബർ ബാച്ചിലെ ഒറ്റപ്പാലം ബ്രാഞ്ചിൽ നിന്നാണ് ഞാൻ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. CPC എക്സാം നല്ല സ്കോറോടുകൂടി പാസ്സാകാൻ പറ്റിയത് ആരൺ പ്രൊവൈഡ് ചെയ്ത മോക്ക് എക്സാംസ് ആയിരുന്നു. ഹായ്, എൻ്റെ പേര് ശ്രീകല. ഞാൻ MSc കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഒറ്റപ്പാലം ബ്രാഞ്ചിൽ തന്നെയാണ് മെഡിക്കൽ കോഡിംഗ് കംപ്ലീറ്റ് ചെയ്തത്. മോക്ക് എക്സാം ഞങ്ങൾ കുറേ കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്തു. അതുമാതിരി അത് റിപ്പീറ്റ് ചെയ്തും കൂടി ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം കുറച്ചും കൂടി ഈസി ആയിട്ട് എഴുതാൻ പറ്റി. ഹായ്, എൻ്റെ പേര് അമൃത. ഞാൻ MSc സുവോളജി ഗ്രാജുവേറ്റ് ആണ്. ഞാനും ഒറ്റപ്പാലത്ത് തന്നെയാണ് ഈ മെഡിക്കൽ കോഡിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചത്. ഞാൻ മാർച്ചിൽ എക്സാം കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ CPC എക്സാമിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മുമ്പ് എഴുതിയിരുന്ന സ്റ്റുഡൻസിൽ നിന്ന് കളക്ട് ചെയ്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്യാനും എനിക്ക് ഇത്ര നല്ലൊരു സ്കോർ കിട്ടാനും. സെയിം ക്വസ്റ്റ്യൻസും കൂടി ആണ് അതിൽ വന്നിരുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് തന്നിരുന്ന ആ ക്വസ്റ്റ്യൻസും കൂടി കൂടുതലും ആ ക്വസ്റ്റ്യൻസും കൂടിയാണ് എനിക്ക് വന്നിരുന്ന എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ഇൻ്റർവ്യൂ മോഡ് ഓൺലൈനിലായിരുന്നു. അനാട്ടമി ടെർമിനോളജിയും കോഡിംഗ് ഗൈഡ് ലൈൻസുമാണ് ഞങ്ങൾക്ക് അധികമായിട്ട് ടെക്നിക്കലിൽ ചോദിച്ചത്. ഞങ്ങൾക്ക് ഈ ഓഗസ്റ്റ് 13 ജോയിനിങ് മെയിൽ വന്നിട്ടുണ്ട്. ആരോൺ പ്രൊവൈഡ് ചെയ്ത ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, അതായത് മോക്ക് ഇൻ്റർവ്യൂസ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതിനുവേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ഫാമിലിക്കും ടീച്ചേഴ്സിനും അതേപോലെ തന്നെ എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു ആരോൺ.